ഹലോ മകളെ, വെൽക്കം ബാക്ക് ടു ആർക്കനെക്സ്. ഇറ്റ്സ് മീ സെനിൻ വടക്കൻ. എടാ, വടക്കൻ സാർ ഇന്ന് വന്നിട്ടുള്ളത് ഒരു അടിപൊളി ട്രിക്കുമായിട്ടാണ്. നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ 9, 8, 7 അല്ലെ, 7, 8, 9 എന്നതിൻ്റെയൊക്കെ മൾട്ടിപ്ലിക്കേഷന് പലപ്പോഴും നമുക്ക് ബുദ്ധിമുട്ടായിട്ട് വരാറുണ്ട്. അപ്പൊ എങ്ങനെ നമുക്കിത് സിമ്പിൾ ആയിട്ട് നല്ല അടിപൊളിയായിട്ട് പഠിച്ചെടുക്കാനുള്ള ഒരു ട്രിക്ക് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പൊ 9ന്റെ മൾട്ടിപ്ലിക്കേഷൻ വെച്ചാണ് നമ്മൾ ആദ്യം സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. 9ന്റെ മൾട്ടിപ്ലിക്കേഷന്റെ കേസിൽ വരുന്ന സമയത്ത് ഇപ്പൊ 9 into 7 ആണ് നിങ്ങളോട് ചെയ്യാൻ പറഞ്ഞെങ്കിൽ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. 9 into 7 ആണ് നിങ്ങൾക്ക് തന്നിരിക്കുന്നത്. അപ്പൊ നിങ്ങൾ ചെയ്യേണ്ടത് 7 ഇടുക, അതിന് തൊട്ടിപ്പുറത്ത് ഒരു 0 ഇടുക. അപ്പൊ 17 ആയില്ലേ? ഇതിൽ നിന്നും നിങ്ങൾ ഒരു പ്രാവശ്യം 7നെ കുറയ്ക്കാം. അപ്പൊ എത്ര ആൻസർ കിട്ടി? നിങ്ങൾക്ക് 63 എന്ന് ആൻസർ കിട്ടി. സെറ്റ് അല്ലേ? ഇതുപോലെ നിങ്ങൾക്ക് ബാക്കിയുള്ള നമ്പേഴ്സ് ഒക്കെ ചെയ്യാം. ഇപ്പൊ 9 into 5 എന്നാണ് ക്വസ്റ്റ്യൻ. അപ്പൊ നിങ്ങൾ ആദ്യം 5നെ എടുത്ത് ഇവിടേക്ക് ചെയ്യുന്നു, 5ന് തൊട്ടിപ്പുറത്ത് ഒരു 0 ഇടുന്നു, എന്നിട്ട് അതിൽ നിന്നും അതായത് 50 എന്ന് കിട്ടിയില്ലേ? ഈ 50യിൽ നിന്ന് നിങ്ങൾ 5 കുറയ്ക്കുന്നു. അപ്പൊ നിങ്ങൾക്ക് എത്ര ആൻസർ കിട്ടും? 45 എന്ന ആൻസർ കിട്ടും. ഇത് ഏത് നമ്പർ ആയിക്കോട്ടെ. 9 into 12 ചെയ്യണോ? വളരെ ഈസിയാണ്. 12ന്റെ തൊട്ടിപ്പുറത്ത് ഒരു 0 ഇടുന്നു, 120. 120യിൽ നിന്ന് നിങ്ങൾ എത്ര കുറയ്ക്കണം? 12 കുറയ്ക്കണം. 12 കുറച്ചാൽ നിങ്ങൾക്ക് എത്ര കിട്ടും? 108 എന്ന ആൻസർ കിട്ടും. സിമ്പിൾ. ഇനി ഇതേ സാധനം നമ്മൾ 8ന്റെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലേക്ക് വരുന്ന സമയത്ത് 0 ഇടലൊക്കെ അതുപോലെ തന്നെ. ഇപ്പം 8 into 5 ആണെന്ന് വിചാരിച്ചോ. 5ന്റെ തൊട്ടിപ്പുറത്ത് ഒരു 0 ഇടുന്നു, 50 എന്ന് വന്നു. ഡൗട്ട് ഉണ്ടോ? ഈ 50യിൽ നിന്ന് നിങ്ങൾ എന്താ കുറയ്ക്കേണ്ടത്? 2 പ്രാവശ്യം 5 കുറയ്ക്കണം. 2 പ്രാവശ്യം 5 എന്ന് പറയുമ്പോൾ 5 + 5 10 കുറയ്ക്കണം. 50യിൽ നിന്നും 10 കുറച്ചാൽ എത്രയാളാ? ഇറ്റ് ഈസ് 40. സിമ്പിൾ. ഇനിയിപ്പോ 8 into 4 ആണെങ്കിൽ 4 തൊട്ടിപ്പുറത്ത് എന്തിടണം? നമ്മള് 0 ഇടണം. എന്നിട്ട് എത്ര കുറയ്ക്കണം? 2 പ്രാവശ്യം 4, 8 കുറയ്ക്കണം. 40യിൽ നിന്നും 8 കുറച്ചാൽ എത്രയാടാ? 32. സിമ്പിൾ. ഇനിയിപ്പം 8 into 12 ആന്ന് വിചാരിച്ചോ. 12ന്റെ തൊട്ടിപ്പുറത്ത് 0 ഇടുന്നു, 120 അല്ലെ? ഈ 120യിൽ നിന്നും 2 ടൈംസ് എന്ത് കുറയ്ക്കണം? ഡബിൾ ആണ്. ഡബിൾ എന്ത് കുറയ്ക്കണം? 12 കുറയ്ക്കണം. ഡബിൾ 12 എന്ന് പറയുമ്പോൾ 24 ഉണ്ടാവും. 12 + 12 24 ആണ്. ആ 24 കുറച്ചാൽ നമുക്ക് എന്ത് ആൻസർ കിട്ടും? 96. ഇത്രയും സിമ്പിൾ ആയിട്ട് നമുക്ക് എന്താക്കാം? മൾട്ടിപ്ലിക്കേഷൻ ടേബിൾസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി 7ന്റെ കൂടി സാറ് പറഞ്ഞ 7ന് വേണ്ടിയിട്ടുള്ള നമ്മുടെ ട്രിക്ക് എന്താണെന്നറിയോ? ട്രിപ്പിൾ ആണ് കേട്ടോ. ട്രിപ്പിൾ 3 പ്രാവശ്യം കുറയ്ക്കണം. ഇതുപോലെ തന്നെയാണ്. ഇപ്പം 7 into 3 ആണെങ്കിൽ 3ന്റെ തൊട്ടിപ്പുറത്ത് നമ്മൾ എന്താക്കുന്നു? 0 ഇടുന്നു, 30. കുഴപ്പമില്ലല്ലോ. 30യിൽ നിന്നും 3 ടൈംസ് 3 പ്രാവശ്യം കുറയ്ക്കണം. 7ന്റെ ആവുമ്പോൾ 3 ടൈംസ് കുറയ്ക്കണം. അപ്പൊ എന്താ ചെയ്യേണ്ടത്? 3 into 3 അല്ലെങ്കിൽ 3 ടൈംസ് എന്ന് പറയുമ്പോൾ 9 ആണ് അല്ലെ? 9 കുറയ്ക്കുന്ന സമയത്ത് എന്ത് സംഭവിക്കും? 30യിൽ നിന്നും 9 കുറച്ചാൽ നമുക്ക് 21 എന്ന ആൻസർ കിട്ടും. ഇതുപോലെ നമുക്ക് മറ്റൊരു ക്വസ്റ്റ്യൻ നോക്കിയാലോ. 7 into 5 എന്ന് പറയുമ്പോൾ 5ന്റെ തൊട്ടിപ്പുറത്ത് 0 ഇടുക, 50. ഓക്കെ അല്ലെ? 50 മൈനസ് എന്താ കുറയ്ക്കേണ്ടത്? 5 എത്ര പ്രാവശ്യം കുറയ്ക്കണം? 3 പ്രാവശ്യം കുറയ്ക്കണം അല്ലെ? അപ്പൊ എന്ത് സംഭവിക്കും? 5 into 3 15. ഈ 15 50 എന്ന് കുറച്ചാൽ എത്ര ആൻസർ കിട്ടും? വളരെ ഈസി ആയിട്ട് നമുക്ക് 35 എന്നുള്ള ആൻസർ കിട്ടും. അപ്പൊ ഈസി ആയിട്ട് നിങ്ങൾക്ക് എങ്ങനെ മൾട്ടിപ്ലിക്കേഷൻ ടേബിളിലെ 7, 8, 9 പഠിക്കാം എന്നുള്ള ഒരു വീഡിയോ ആയിട്ടാണ് സാർ ഇന്ന് വന്നിട്ടുണ്ടായിരുന്നത്. നിങ്ങൾക്ക് അത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവും, മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പൊ മാക്സിമം ഫ്രണ്ട്സിലേക്ക്, 10th വരുന്ന നിങ്ങളുടെ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഇത് ഷെയർ ചെയ്യുക. കാരണം മൾട്ടിപ്ലിക്കേഷൻ ടേബിൾ പഠിക്കാതെ നമുക്ക് 10ാം ക്ലാസ്സിലൊന്നും കഴിച്ചിലായി പോലെ നടക്കില്ല. സോ മാക്സിമം ഫ്രണ്ട്സിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഇറ്റ്സ് മീ സെനിൻ വടക്കൻ സൈനിങ് ഓഫ് ഫ്രം ആർക്കനെക്സ്. ബൈ, സീ യു ലേറ്റർ.